ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ബേൽപൂരിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേ സബോള, തക്കാളി, പച്ചമുളക് ഒരു 4 ചെറിയ ഇതാണ് കേട്ടോ. സബോള, തക്കാളി 2 ചെറുത്. ഇത് ബേൽപൂരിയുടെ റെഡിമെയ്ഡ് പാക്കാണ് കേട്ടോ. അത് സബോളയും പച്ചമുളകും തക്കാളി അരിഞ്ഞേൽക്കി പൊട്ടിച്ചിട്ടും. അപ്പോൾ ഈ പാക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ സേവിൻ്റെ ഓരോ പാക്കറ്റിലും ഓരോ ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 ആളും മക്കളുടെ 2 കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ കൂടിയിട്ട് ഇത്ര മതിയാവും. കാലത്തൊരു ലഘു ഭക്ഷണം എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് വെജ് ബിരിയാണി ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ ഇവിടുത്തെ പിള്ളേർ കഴിക്കുന്നവരാണോ കഴിക്കാത്തതാണോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ വെജാകുമ്പോൾ പിന്നെ സമാധാനമല്ലേ എന്നുള്ളതിൽ അപ്പോൾ അതുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് ഞാനിതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇതിൽ ചെറിയ ചെറിയ പൂരികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് നന്നായി പൊട്ടിച്ചിട്ടു. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ രാകേഷാണ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. മൂപ്പർക്ക് എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് കൊടുത്താൽ മതി. മൂപ്പര് ഇതേ ഇരുന്ന് ഒക്കെ കൂടി ഇതേ പൊടിച്ച് റെഡിയാക്കാനിരിക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് വലിയ ഇതില്ല. അപ്പം ഞാനത് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് ഇരുന്നു. ഇത് ഇതേ വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ് പാക്കറ്റ്. അത് പൊട്ടിച്ചൊഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു എന്താ പറയുക, ഒരു മീഠാ ചട്നി ഉണ്ടാവും കേട്ടോ. നമ്മുടെ എന്താ പറയുക, ശർക്കര വെള്ളം എന്ന് പറയാം അത്. പിന്നെ ചുവന്നമുളകിൻ്റെ ഒരു വെള്ളം, ഇത് ചുവന്നമുളകിൻ്റെ ആണ് കേട്ടോ ലിക്വിഡ്. അത് ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ നന്നായി കുഴച്ച് ഇതാക്കണം. ആ കുഴയര ഇതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നമുക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണാം അതിൽ. അപ്പോൾ എന്താ പറയുക, പച്ചമാങ്ങയൊക്കെ അരിഞ്ഞ് ചിലപ്പോൾ ഇടാറുണ്ട്. ഇത് വേറെ 2 പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം 2ാമത്തെ പാക്കറ്റ് മൂപ്പര് പൊട്ടിച്ചൊഴിക്കുക. ആദ്യത്തത് കുഴച്ച് പരിവാക്കിയിട്ടാണ് പിന്നെ മൂപ്പര് 2ാമത്തെയൊക്കെ ഒന്ന് കുഴച്ച് ഇതാക്കിയതിട്ടാണ്. ഇപ്പോൾ ഇനി കുഞ്ഞു കുഞ്ഞു സേവുകളുടെ പാക്കറ്റ് 2 ഉണ്ടായിരുന്നു. ഒരു പാക്കറ്റിൽ ഒരെണ്ണം, അങ്ങനെ 2 പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും പൊട്ടിച്ച് മൂപ്പര് ഇട്ടു. ഇനി കുഴച്ച് നല്ല കുട്ടപ്പനാക്കി 2ാമത്തെ പാക്കറ്റും പൊട്ടിച്ച് മൂപ്പര് ഇട്ടുട്ടാ. മോളിൽ പട്ടം പറപ്പിക്കലിൻ്റെ ഓളിയും ബഹളമാണ് ഈ കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിയുടെ ഇല അരിഞ്ഞതുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അതിലിട്ടു ഒരു ഫ്രഷ് ടേസ്റ്റിന് വേണ്ടി. പിന്നെ ഒരു ലഡ്ഡു കാണുന്നില്ലേ, അത് ഇവിടെ തണവിന് കഴിക്കുന്നതാണ് കേട്ടോ. ഈ ഓളിയും ബഹളം കേട്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. മുകളിൽ പട്ടം പറപ്പിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പട്ടം മുറിക്കുമ്പോഴത്തെ ഓളിയാണ്. ഈ ലഡ്ഡു നമ്മൾ തണവിന് കഴിക്കുന്നതാണ്. ഞാൻ കുളിച്ച് വന്ന് ഒരു 2 പ്ലേറ്റ് എനിക്ക് രാകേഷായിട്ട് ഇട്ട് തന്നു. ഇന്ന് രാകേഷേട്ടൻ്റെ കൈ കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഈ ലഡ്ഡു ഇല്ലേ, തണവിന് വേണ്ടിയുള്ള ഒരു ഗുന്തറിൻ്റെ ലഡ്ഡു എന്നാണ് പറയുക, കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്ത കാരണം അത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുക ചെയ്തത്. അപ്പോൾ എല്ലാ ദിവസവും ഓരോന്നും ഞാൻ രാകേഷേട്ടൻ കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതായാലും എന്താ പറയുക, ബേൽപൂരി ആയാലും നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത പരിപാടിയൊക്കെ എൻ്റെ ആണല്ലോ. അപ്പോൾ അത് കാരണം തന്നെ വേഗം കഴിച്ച് റെഡിയാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എനിക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴേ എന്തോ ഒരു നാണക്കേട്. അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ലാത്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒന്ന് എടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്തു നോക്കിയതാണ്. എന്തെങ്കിലും ബോറുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.